നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ? എന്താ മോനെ പറ. അമ്മയുടെ മടിയില് ഞാനൊന്ന് കിടന്നോട്ടെ. ഇനി അതിന് പിന്മാറാൻ എന്റെ ഭർത്താവ് പറഞ്ഞ പോലും ഞാൻ കേൾക്കില്ല. മോളെ പോയില്ലേ മോളെ, പോറില്ലേ മോളെ. ഹരിതേ നിക്ക്, ഞാൻ പറയട്ടെ. മോളെ ഹരിത അമ്മ നാണമില്ലേ നിനക്ക് ഇങ്ങനെ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങാൻ? ഈ നശിച്ച വീട്ടിലെ പൂർത്തി മതിയാക്കി ഞാൻ ഇറങ്ങുക. നിനക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം വരാം, ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊന്നവരോടൊപ്പം നിനക്ക് ഇവിടെ കഴിയാം. മോളെ തീരുമാനം നിന്റേതാ. ഒരു പട്ടിയെ പോലെ തിന്നും കുടിച്ചും ശകാരം കേട്ടും ഇവിടെ കഴിയണോ, അതോ എന്നോടൊപ്പം ഇറങ്ങി വരുന്നോ? വരുന്നെങ്കി ഇപ്പോ ഈ നിമിഷം വരണം. ഇല്ലെങ്കിൽ പിന്നെ ഭർത്താവെന്നും പറഞ്ഞ അധികാരം കാണിച്ച് എന്നെ വിളിക്കോ അന്വേഷിക്കാൻ വരുവോ ചെയ്യരുത്. തീരുമാനം നിനക്ക് വിട്ടേക്കുവാ. ഇവിടെ എല്ലാവർക്കും ഞാനൊരു കൊള്ളരുതാത്തവനാണല്ലോ. ഇപ്പോഴാ ഞാൻ ശരിക്കും ഒരു കൊള്ളരുതാത്തവനായത്. നയാ പൈസയുടെ വരുമാനം ഇല്ലാത്ത മുടിയനായ പുത്രന് ശമ്പളക്കാരിയായ ഭാര്യയുടെ തണലില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. നിവൃത്തിയേടുകൊണ്ടാ ഞാൻ ജനിപ്പിച്ച അച്ഛനെ അമ്മയും കളിച്ചു വളർന്ന കൂടപ്പിറപ്പുകളെ ഉപേക്ഷിച്ച് ഇറങ്ങുക. ഇനി വീട്ടിലേക്ക് ഞാനില്ല. വാ മനോജെ. ഈ എടുത്തിയാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. എല്ലാരും കൂടെ സ്നേഹിച്ചു ഉപദേശിച്ചും എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്നു. അത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ ഭർത്താവിന് പേപ്പട്ടിയെ പോലെ മുന്നിലിട്ട് തല്ലുന്നത് ഒരു ഭാര്യയെ സഹിക്കില്ല. അതിനെ അച്ഛനാണെന്ന് പറഞ്ഞാലും കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞാലും ഞാൻ ഇറങ്ങുവാ. മനോജ വണ്ടി എടുക്ക. മോളെ മോനെ എടാ മോനെ പോയില്ലടാ. മോളെ മധുവിട്ട മോനെ, അമ്മ പറയുന്നത് കേക്കടാ. മാധവ, അടയ്ക്കായ മടി വെക്കാം, അടയ്ക്കാമരമായ പറ്റില്ലല്ലോ. ചന്ദ്രു, മാധവന്റെ സമ്പാദ്യം ഈ കുടുംബമാ. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒരുമിച്ച് കാണുന്ന ഒരു കൂട്ടുകുടുംബം. മറ്റുള്ളവരെ കാണുമ്പോ സമ്പന്നനാണ് മാധവനും തോന്നും. ഇപ്പോ എല്ലാം തകർന്നില്ലേ? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് പിരിഞ്ഞു പോയില്ലേ? അതെ ചന്ദ്രു,
മാധവന്റെ സ്വപ്നങ്ങൾ അവസാനിക്കുക. സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു ഹതഭാഗ്യനായി പോയല്ലോ ഞാൻ. മാധവ, ആ. പറക്കം മുറ്റുമ്പോ പക്ഷിക്കുഞ്ഞുങ്ങള് പല വഴിക്ക് പറന്നു പോകും. അങ്ങനെ പോകുന്നതിൽ തള്ളപ്പക്ഷിയോ തന്തപ്പക്ഷിയോ സങ്കടപ്പെടാറില്ല. വിഷമിക്കാതെ മോനെ. എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മേ? ആ പോയത് എന്റെ സ്വപ്നം. ആ സ്വപ്നം തകർത്ത അവൻ ഇറങ്ങിപ്പോയത്. ഞാൻ സ്വപ്നം കണ്ട എന്റെ കുടുംബം 4 വഴിക്ക് പിരിയുക. അമ്മേ, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ? എന്താ മോനെ, പറ. അമ്മയുടെ മടിയില് ഞാനൊന്ന് കിടന്നോട്ടെ? അമ്മ, അരുതെന്ന് പറയരുത്. ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലും. എന്റെ മക്കളെ, അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ മോനെ, എന്റെ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.